നമസ്കാരം. അവയവക്കടത്ത് കേസിൽ കേന്ദ്ര ഏജൻസികളും അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. രാജ്യാന്തര അവയവ മാഫിയ സംഘങ്ങളുമായി പ്രതിക്ക് ബന്ധമുള്ള ഒരു സാഹചര്യത്തിലാണ് കേന്ദ്ര ഏജൻസികൾ കൂടി ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. അവയവക്കടത്ത് കേസിലെ പ്രതിയായിട്ടുള്ള സബിത് നാസറിനെ കസ്റ്റഡിയിൽ വാങ്ങുവാനുള്ള നടപടികൾ ഇപ്പോൾ തന്നെ അന്വേഷണ സംഘം പൂർത്തിയാക്കിയിരിക്കുകയാണ്. അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ അടക്കം ഇന്ന് നൽകുകയാണ്. നിലവിൽ സബിത് നാസർ ഇരയാക്കിയ പാലക്കാട് സ്വദേശിയായിട്ടുള്ള ഷമീറിനായിട്ടുള്ള അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇയാളെ കണ്ടെത്തുക, എന്നിട്ട് കണ്ടെത്തിയതിനു ശേഷം ആ പരാതിയിൽ തുടർ നടപടികൾ എടുക്കുക എന്നുള്ളതാണ് തീരുമാനമെന്ന് പറയപ്പെടുന്നത്. അവയവക്കടത്ത് നടത്തിയവരിൽ ഭൂരിഭാഗവും ബംഗളൂരു, ഹൈദരാബാദ് നഗരങ്ങളിലെ യുവാക്കളാണ്. അതേസമയം ഈ മകൻ അവയവദാനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് യാതൊന്നും അറിയില്ല എന്നാണ് അവയവക്കടത്ത് കേസിലെ ഇര ഷമീറിൻ്റെ പിതാവ് പറയുന്നത്. തങ്ങളോട് വഴക്കിട്ട് മകൻ വീട് വിട്ട് പോയതാണ് എന്നും ചതിച്ചിട്ട് പോയതിനാലാണ് തിരിഞ്ഞു നോക്കാതിരുന്നതും അല്ലെങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് അന്വേഷിക്കാത്തതെന്നും പറയുന്നുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി ഷമീറുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. സാമ്പത്തിക പ്രശ്നത്തിൻ്റെ പേരിൽ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയതാണ് ഷമീർ. പാസ്പോർട്ട്, ആധാർ തുടങ്ങിയ രേഖകളും ഈ ഷമീർ കൊണ്ടുപോയിരുന്നുവെന്നാണ് പിതാവ് പറയുന്നത്. 3 വർഷം മുൻപ് മകൻ അവയവദാനത്തിന് ശ്രമിച്ചിരുന്നു എന്നും തങ്ങൾ എതിർത്തതിനാലാണ് അതിൽ നിന്ന് പിന്മാറിയതെന്നുമൊക്കെ ഉമ്മ ഷാഹിനെ അടക്കം ഇപ്പോൾ പുറത്തു പറയുകയാണ്. 1.5 കൊല്ലമായി ഷമീർ വീട് വിട്ടു പോയിട്ട് എന്നാണ് പിതാവിൻ്റെ വാദം. അങ്ങനെ അവനെ കൂടെ നോക്കണമെന്ന് പറഞ്ഞതായിരുന്നു പ്രശ്നങ്ങൾ തുടങ്ങിയത് എന്നാണ് പറയപ്പെടുന്നത്. വാടകയും വീട്ടുചെലവും എല്ലാം നോക്കുമ്പോൾ അവനെ കൂടെ നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് അവന് ഇഷ്ടമായില്ല എന്നും എവിടെയാണെന്ന് ഇപ്പോൾ അറിയില്ല എന്നും നമ്മളെ ചതിച്ചിട്ട് പോയതാണ്, അതുകൊണ്ട് അന്വേഷിച്ചിട്ടില്ല എന്നുമാണ് പറയുന്നത്. 2-3 കൊല്ലം മുൻപ് വൃക്ക വിൽക്കുന്ന കാര്യമടക്കം അദ്ദേഹം പറഞ്ഞിരുന്നു. എന്താടോ പ്രാന്തായോ നിനക്കെന്ന് അന്ന് അവനോട് ഈ അച്ഛൻ ചോദിക്കുകയും ചെയ്തു. കല്യാണമൊന്നും കഴിക്കേണ്ടേ എന്നൊക്കെ ചോദിച്ചു എന്നും വേണ്ടാത്തതിനൊന്നും നിൽക്കണ്ട എന്നും പറഞ്ഞ് എതിർക്കുകയാണ് ചെയ്തതെന്ന് പിതാവ് പറയുന്നുണ്ട്. അന്ന് ആ ശ്രമം ഉപേക്ഷിച്ചു. പിന്നീട് വീട് വിട്ടുപോയി. ഇവിടെ അവൻ്റെ പാസ്പോർട്ടോ ആധാർ കാർഡോ ഒന്നും തന്നെയില്ല. എല്ലാം എടുത്തിട്ടാണ് ഷമീർ പോയതെന്നാണ് പിതാവിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. അവയവദാനം ചെയ്യാൻ ഷമീർ 3 വർഷം മുൻപ് ശ്രമം നടത്തിയിരുന്നതായി മാതാവ് ഷാഹിനെയും ഇതിനോടൊപ്പം പറയുന്നുണ്ട്. എന്നാൽ മാതാപിതാക്കൾ എതിർത്തതിനാൽ അന്ന് അത് വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു. 1 വർഷം മുമ്പ് വീട് വിട്ടുപോയ ആ മകനെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള വിവരവും ഇല്ലെന്നാണ് ഇപ്പോൾ ഷാഹിന മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. 3 വർഷം മുൻപ് കൂട്ടുകാരൻ്റെ അമ്മയ്ക്ക് എന്ന് പറഞ്ഞാണ് വൃക്കദാനത്തിന് ശ്രമിച്ചത് എന്ന് ഷമീർ സാമ്പത്തികമായി ഏറെ പിന്നാക്കം നിൽക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ വൃക്കദാനം ചെയ്യാൻ തയ്യാറായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. കഴിഞ്ഞ 6 മാസമായി ഷമീർ നാട്ടിലില്ല എന്നും എവിടെയെന്ന് അറിയില്ല എന്നുമൊക്കെയാണ് ഇപ്പോൾ നാട്ടുകാരടക്കം പറയുന്നത്. വീട്ടുകാരുമായി ഷമീറിന് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. കേസിൽ പിടിയിലായിട്ടുള്ള പ്രതിയായിട്ടുള്ള സാബിത് നാസർ തിരുനെല്ലായി സ്വദേശി ഷമീറിനെ ഇറാനിലേക്ക് കടത്തി എന്നുള്ള മൊഴിയാണ് അദ്ദേഹം നൽകിയിരുന്നത്. ഇതിന് പിന്നാലെയാണ് ഷമീറിനെ തിരഞ്ഞുകൊണ്ട് പോലീസ് പാലക്കാട്ടെ വീട്ടിൽ ഇപ്പോൾ എത്തിയിരുന്നത്. എന്നാൽ ഷമീറും കുടുംബവും ഇവിടെ നിന്ന് താമസം മാറിപ്പോയി എന്നുള്ള വിവരമാണ് കിട്ടുന്നത്. അവയവ മാഫിയയുടെ കെണിയിൽ പെട്ടിരിക്കാമെന്ന സാധ്യതയാണ് നാട്ടുകാരും പ്രദേശവാസികളും അടക്കം ഇപ്പോൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. അവയവക്കടത്ത് ഇരകളിൽ ഭൂരിഭാഗവും എത്തിയിട്ടുള്ളത് ബംഗളൂരു, ഹൈദരാബാദ് നഗരങ്ങളിലെ യുവാക്കളാണ് എന്ന് തന്നെയാണ് പ്രതി സാബിത് നാസർ അടക്കം പോലീസിനോട് സമ്മതിച്ചിരിക്കുന്നത്. ഇങ്ങനെ രാജ്യാന്തര അവയവ മാഫിയ സംഘങ്ങളുമായി പ്രതിക്കുള്ള ബന്ധത്തിൽ കേന്ദ്ര ഏജൻസികളും ഇപ്പോൾ അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ്. പ്രതിയെ അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, അതായത് 2019 മുതൽ അവയവക്കടത്തിന് ഇറാനിലേക്ക് പ്രതി സാബിത് നാസർ അടങ്ങുന്ന സംഘം ആളുകളെ എത്തിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇതിൽ 19 പേരും ഉത്തരേന്ത്യക്കാരാണ്. വൃക്ക നൽകാൻ തയ്യാറായി 2019 ഹൈദരാബാദിലെത്തിയതായിരുന്നു സാബിത് നാസർ. എന്നാൽ ആ നീക്കം പാളിയിരുന്നു. പക്ഷേ അവയവ മാഫിയ സംഘങ്ങളുമായി ഇയാൾ അതോടുകൂടി ബന്ധമുറപ്പിക്കുകയായിരുന്നു. പിന്നീട് ശ്രീലങ്കയിലും കുവൈറ്റിലും അവിടെ നിന്ന് ഇറാനിലും വ്യാപിച്ചു കിടക്കുന്ന രാജ്യാന്തര അവയവ മാഫിയ സംഘത്തിലെ മുഖ്യകണ്ണിയായി സാബിത് മാറുകയായിരുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സ്വാധീനിച്ചുകൊണ്ട് വ്യാജ പാസ്പോർട്ടും ആധാർ കാർഡും ഉൾപ്പെടെ സംഘടിപ്പിച്ചായിരുന്നു പ്രതിയുടെ ഇടപാടുകൾ എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ കൃത്യമായി പറയുന്നത്. അങ്ങനെ ഇറാനിലെ സ്വകാര്യ ആശുപത്രികളിലാണ് ഇത്തരത്തിലുള്ള ശസ്ത്രക്രിയകൾ നടത്തിയിരുന്നത് എന്നാണ് പ്രതിയുടെ മൊഴിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. സംഘത്തിലെ മറ്റ് ഏജന്റുമാർ വഴി അവയവം ആവശ്യമുള്ളവരെ ബന്ധപ്പെടും. ഇവരോട് ഫുൾ പാക്കേജായി 60 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ഇവർ ആവശ്യപ്പെടുക. വൃക്ക നൽകുന്നവർക്ക് ടിക്കറ്റ്, താമസം മുതൽ ചികിത്സാ ചിലവും പ്രതിഫലമായി പരമാവധി 6 ലക്ഷം രൂപ വരെ നൽകുകയും ചെയ്യുന്നുണ്ട്. വൻതുക ആശുപത്രിയിൽ ചിലവായി എന്ന് തെറ്റിദ്ധരിപ്പിച്ച് ബാക്കി തുക മുഴുവൻ
ഏജന്റിൻ്റെ പോക്കറ്റിലാക്കുകയായിരുന്നു പതിവ് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ വലിയൊരു മാഫിയ സംഘത്തിൻ്റെ പിടിയിലാണ് ഇപ്പോൾ വൃക്ക ദാനം ചെയ്യുന്നവർ. എത്ര പേർ ഇയാൾ അവയവ കൈമാറ്റത്തിനായി സമീപിച്ചു, ഇവരുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ എന്തൊക്കെയാണ്, ഇവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്, ഇതിൽ എത്ര പേർ മടങ്ങി വരാനുണ്ട് എന്നീ കാര്യങ്ങളിലാണ് ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇരകളായവരെ കണ്ടെത്തി പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയാണ് ആദ്യത്തെ നടപടി എന്ന് പറയപ്പെടുന്നത്. പ്രതിയുടെ ചാവക്കാട് സ്വദേശിയായ പങ്കാളിക്കായുള്ള തിരച്ചിൽ കൂടി ഇപ്പോൾ അന്വേഷണ സംഘം നടത്തുകയാണ്. കൊച്ചിയിലുള്ള മറ്റൊരു സുഹൃത്തിൽ നിന്നും ഇപ്പോൾ മൊഴിയെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. രാജ്യാന്തര മാഫിയ സംഘങ്ങളുടെ സാന്നിധ്യമുള്ള കേസിൽ NIA ഉൾപ്പെടെ കേന്ദ്ര അന്വേഷണ ഏജൻസികളും വിവരശേഖരണം തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ കൂടുതൽ ഗുരുതര സ്വഭാവമുള്ള കുറ്റകൃത്യമെന്ന തെളിവ് കിട്ടിയാൽ തന്നെ കേന്ദ്ര ഏജൻസികൾ കേസ് ഏറ്റെടുക്കുവാനും സാധ്യതയുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. വലിയൊരു മാഫിയ, അതായത് മനുഷ്യരെ കടത്തുന്ന, മനുഷ്യരുടെ അവയവങ്ങൾ കടത്തുന്ന ഒരു വലിയ മാഫിയ രൂപം കൊണ്ടിട്ടത് രാജ്യാന്തര മാഫിയാണ്. ആ മാഫിയയുടെ ഒരു കണ്ണിയായി കേരളത്തിലെ മലയാളികൾ കൂടി ഉൾപ്പെടുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് വരുന്നത്. ഞെട്ടിപ്പിക്കുന്ന അതോടൊപ്പം തന്നെ ഗൗരവകരമായിട്ടുള്ള വാർത്തകളാണിത്. വളരെ ശ്രദ്ധയോടുകൂടി ഇത് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അവയവദാനം എന്ന് പറഞ്ഞ് അവയവ മാഫിയയുടെ കൈകളിലേക്ക് ചെന്നുപെടുന്നവർ സൂക്ഷിക്കുക.